കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലിലുമൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് തിരുവനന്തപുരത്ത് കിളിമാനൂരിലുള്ള രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പെൺകുട്ടി നേരിട്ട അതിഭീകരമായ മാനസിക സംഘർഷത്തിൻ്റെ കഥ. ഒരു അധ്യാപിക ആ പെൺകുട്ടിയും ഒരു അധ്യാപകനും തമ്മിൽ ഇല്ലീഗൽ റിലേഷൻ ഉണ്ടെന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്നു. ആ പെൺകുട്ടിക്ക് വേഷപ്രച്ഛന്നയായി മുടി മുറിച്ച് നടക്കേണ്ടി വരുന്നു. അതിനുശേഷം മാനസിക വിഷമം കൊണ്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഈ കഥ, സങ്കടകരമായ കഥ നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ കഥകളും ഉപകഥകളുമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ക്രൂരയായ അധ്യാപിക മാത്രമല്ല, ക്രൂരയായ ഒരു മാനേജ്മെൻറ്റ് കൂടിയുണ്ട്. അവകാശ തർക്കമുണ്ട്, സ്വത്ത് തർക്കമുണ്ട്, കോടികളുടെ ഇടപാടുണ്ട്. അവിടെയാണ് ഈ കേസ് നിസ്സാരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ഈ വാർത്ത ഒന്ന് തൊടുന്നതും. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ വിഷയങ്ങളിലൊന്നും അത്ര എടുത്തു ചാടി പിടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇത് ആ പെൺകുട്ടിക്കുണ്ടായ മാനസിക സംഘർഷം, ആ അധ്യാപകനുണ്ടായ മാനസിക സംഘർഷം, അവർ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായ പീഡനങ്ങൾ, അതിനൊക്കെ എന്ത് വില കൊടുത്താലും മതി വരില്ല എന്ന് അറിയാം. അപ്പോൾ തന്നെയും ഇതിനൊക്കെ കാരണമായത് എന്താണ് എന്ന് അന്വേഷിക്കണം. ഈ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധികാര തർക്കം, ഒരു അവകാശ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ചന്ദ്രിക ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ്, അവരുടെ മാനേജ്മെൻറ്റിന് കീഴിൽ നിന്ന് റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ സ്കൂള് ഏറ്റെടുക്കുന്നു. ഈ സ്കൂള് റെഡ്ഡി അദ്ദേഹം വന്നതിന് ശേഷം നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ നിയമനം കിട്ടിയ ഒരു അധ്യാപകനാണ് ഇതിൽ ഇരയാക്കപ്പെട്ട ഒരു അധ്യാപകൻ. ആ അധ്യാപകൻ്റെ നിയമനം ഈ ചന്ദ്രിക ഗോപിനാഥ് എന്ന് പറയുന്ന മാനേജർ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. അധ്യാപക നിയമനം അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ മാനേജർ, അതായത് ചന്ദ്രിക എന്ന് പറയുന്ന മാനേജറുടെ സിൽബന്തിയാണ് ഈ പരാതിക്കാരിയായ അധ്യാപിക. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവരുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അതൊരു ഔചിത്യമായി തോന്നുന്നില്ല. ചില പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ആ പേര് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പേര് ഒരു പക്ഷേങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കേസ് പോക്സോ വിഭാഗത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പേരോ അധ്യാപകൻ്റെ പേരോ കുട്ടിയുടെ പേരോ ഒന്നും പരാമർശിക്കുന്നില്ല. അങ്ങനെ പരാമർശിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ സ്ഥാപിത താല്പര്യം, അവരുടെ ലാഭം. എനിക്ക് ആ ലാഭവും സ്ഥാപിത താല്പര്യവും തീരെ ഇല്ല. അതുകൊണ്ട് ആ പേരുകൾ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ സ്കൂളിൻ്റെ ആദ്യ മാനേജറുടെ സ്ഥാപിത താല്പര്യത്തിന് ഇഷ്ടക്കാരിയാണ് ഈ ഹിന്ദി വിഭാഗത്തിലെ അധ്യാപിക. ആ അധ്യാപികയെ ഉപയോഗിച്ചാണ് ആ മാനേജർ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായി നിയമനം കിട്ടിയ ഈ പാവപ്പെട്ട അധ്യാപകന് അവിടെ നിക്കപ്പൊറുതിയില്ല. അധ്യാപകനെതിരെ നിരന്തരം പരാതി. അധ്യാപകനെ നിയമനം അംഗീകരിക്കുന്നില്ല. അധ്യാപകനെതിരെ കോടതിയിൽ പോകുന്നു. അവസാനം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ നിയമനം ഒന്ന് ഉറപ്പിച്ച് കിട്ടി. ശമ്പളം 4 രൂപ അവിടെ നിന്ന് ശമ്പളം ഇനത്തിൽ വാങ്ങിയൊക്കെ തുടങ്ങി. ആ അവസരത്തിലാണ് ഈ ടീച്ചർ ചെയ്യുന്നത്? നിരന്തരം പരാതി. എന്നെ ചീത്ത വിളിച്ചു, എന്നെ കണ്ണുരുട്ടി കാണിച്ചു, എന്നെ അടിച്ചു, എന്നെ കടന്നു പിടിച്ചു എന്നൊക്കെ. ഈ ടീച്ചറിൻ്റെ അധ്യാപകൻ ഈ ടീച്ചറിൻ്റെ ഭർത്താവ് അവിടുത്തെ അധ്യാപകനാണ്. ആലോചിച്ച് നോക്കുക. ഈ ഹിന്ദി വിഭാഗം ടീച്ചറിൻ്റെ ഭർത്താവ് അവിടുത്തെ അധ്യാപകൻ കൂടിയാണ്. അവിടുത്തെ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരും എനിക്കറിയാം, പറയുന്നില്ല. ഈ ടീച്ചർ ഈ ആദ്യത്തെ മാനേജറായ സ്ത്രീയുടെ നിർബന്ധപ്രകാരം ഇങ്ങനെ നിരന്തരം ഈ കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകനെതിരെ പരാതി കൊടുക്കുന്നു. അദ്ദേഹം അതിനൊന്നും കുലുങ്ങുന്നില്ല. അദ്ദേഹത്തിന് എവിടെ? കമ്മീഷണർ ഓഫീസിൽ പരാതി, SP ഓഫീസിൽ പരാതി, ക്രൈംബ്രാഞ്ചിൽ പരാതി, കോടതിയിൽ പരാതി, അങ്ങനെ എല്ലായിടത്തും പരാതിയാണ്. പീഡന പരാതിയാണ്. ഇത് സഹികെട്ടു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ജൂണിൽ, അതായത് ഇപ്പോൾ ആ പെൺകുട്ടി SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവിടെ ഓൺലൈൻ ഏകജാലക സംവിധാനത്തിലൂടെ അവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു. പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ കുട്ടിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെൺകുട്ടി ഒരു ദിവസം സ്കൂളിൽ തലകറങ്ങി വീഴുന്നു. അപ്പോൾ പെൺകുട്ടി തലകറങ്ങി വീഴുമ്പോൾ, സ്കൂളിൽ ഒരു പെൺകുട്ടി തലകറങ്ങി വീഴുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? അധ്യാപകർ അവിടെ ആ സ്പോട്ടിൽ ഉണ്ടാകുന്ന അധ്യാപകനുണ്ടാകും, പിന്നെ പ്രിൻസിപ്പൽ ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടിയുടെ ക്ലാസ് അധ്യാപിക, ഇവരൊക്കെ ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം കുട്ടി ബോധം കെട്ട് വീഴുമ്പോൾ, അല്ലെങ്കിൽ തലചുറ്റി വീഴുമ്പോൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകനും ഉണ്ടായിരുന്നു. അപ്പോഴിതാ വീണ് കിട്ടിയല്ലോ, ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി ടീച്ചർ അവിടെ ഇരിക്കുകയാണ്.
ആ ടീച്ചറെ കണ്ടാൽ ആർക്കും ആരെങ്കിലും കടന്നു പിടിക്കും, എന്നെ കടന്നു പിടിച്ചു, എന്നെ തെറി പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നിരന്തരം എന്നെ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തുകൊണ്ടിരുന്നിട്ടും നിവർത്തിയൊന്നുമില്ല ടീച്ചറിന്. ഒരു ഗുണവും ലഭിക്കുന്നില്ല. നാൾക്കുനാൾ അവരുടെ പരാതിക്ക് ഒരു പരിഹാരവും അല്ലെങ്കിൽ ആരും ചെവിക്കൊള്ളുന്നു പോലുമില്ല, ആരും മൈൻഡ് ചെയ്ത് നെവർ മൈൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ കുട്ടിയെയും കൊണ്ട് ചില ആളുകൾ ഓടി ആശുപത്രിയിൽ പോകുന്നു. ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്നേ ഉള്ളൂ ഈ ടീച്ചർ. ഉടനെ അവരെന്ത് ചെയ്തു? ഉടനെ കഥയിറക്കി. ആ പെൺകുട്ടിയെ കമ്പ്യൂട്ടർ സയൻസ് ലാബിൽ വെച്ച് ആ അധ്യാപകൻ കടന്നു പിടിച്ചു. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെ ആ കമ്പ്യൂട്ടർ സയൻസിലെ അധ്യാപകൻ ഇവരുടെ ഇഷ്ടക്കാരനല്ലല്ലോ. ഇവർ നിരന്തരം ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ അധ്യാപകനെതിരെയാണല്ലോ. അപ്പോൾ ആ അധ്യാപകനാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. ഒപ്പം ക്ലാസ് ടീച്ചറും മറ്റധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ അധ്യാപകനും ആ സംഘത്തിലുണ്ട്. ഉടനെ പറഞ്ഞു അയാള് ആ പെൺകുട്ടിയെ എന്തോ ചെയ്തു, ഇല്ലീഗലായിട്ട് എന്തോ ചെയ്തു, അങ്ങനെയാണ് പെൺകുട്ടി തലകറങ്ങി വീണത് എന്ന് പറഞ്ഞ് ഇവർ കഥ ഇറക്കാൻ തുടങ്ങി. കഥ ഇറക്കിയത് മാത്രമല്ല, ഒരു മഞ്ഞ ഓൺലൈൻ ചാനലിലെ ഒരു അഭിമുഖവും കൊടുത്തു. ഈ അധ്യാപകൻ, ഈ ആരോപണ വിധേയൻ, ഞാൻ പറഞ്ഞില്ല, കമ്പ്യൂട്ടർ സയൻസിലെ അധ്യാപകൻ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം ഈ ചാനലിൻ്റെ, ആ ഓൺലൈൻ ചാനലിൻ്റെ ഇൻ്റർവ്യൂ, ഈ അധ്യാപിക ഈ പെൺകുട്ടിയുടെ പേരും ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അഭിമുഖ സംഭാഷണമൊക്കെ തയ്യാറാക്കി അവർ ഓൺലൈനിൽ ലക്ഷക്കണക്കിന് വ്യൂസൊക്കെ ഉണ്ടാക്കിയ ഒരു അഭിമുഖം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്തില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് ഈ അധ്യാപകൻ എന്നെ വിളിച്ചിരുന്നു. ഈ വിഷയങ്ങളൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു അധ്യാപകനാണ്, എനിക്ക് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിനാണ്, എനിക്ക് ആ ലേഖികയുടെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരാമോ, പേരൊന്ന് എടുത്തു തരാമോ, ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ലേഖികയെ അറിയാം, പക്ഷേ അവരുടെ നമ്പർ എനിക്ക് കിട്ടിയില്ല. അന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടാണ്, എനിക്ക് ആ നമ്പർ എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ആ 2 മാസം കഴിഞ്ഞല്ലോ, 2 മാസം ഞാൻ അതിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഇന്നലെയാണ് ഈ അധ്യാപകൻ്റെ പേരും വിവരങ്ങളുമൊക്കെ വീണ്ടും ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അധ്യാപകനെ വിളിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ സാറിന് 2 മാസം മുമ്പ് വിളിച്ചിരുന്നു ഇക്കാര്യം പറയാനാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അന്ന് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, ആകെ ഒരു റിപ്പോർട്ടറുടെ നമ്പർ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്തരം വലിയ സംഭവമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെങ്കിൽ അന്നേ ഞങ്ങളിത് വാർത്തയാക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ഇത്രയും ക്രൂരത തുടങ്ങിയിരുന്നില്ല, അന്നൊരു അഭിമുഖം മാത്രമേ വന്നുള്ളൂ. ഇന്നിപ്പോൾ അവരിതാ വലിയ മോശം സംഭവങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ കഥയും ഞാൻ പറയുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ അവകാശ തർക്കം, അതിൽ 2 ഗ്രൂപ്പുകാർ, ഒന്ന് പഴയ മാനേജ്മെൻറ്റ്, പിന്നെ അവരിൽ നിന്ന് ഇപ്പോൾ വാങ്ങിയ റെഡ്ഡി മാനേജ്മെൻറ്റ് നിയമിച്ച അധ്യാപകനാണ് കമ്പ്യൂട്ടർ സയൻസിലെ അധ്യാപകൻ. ആ അധ്യാപകനെ അവർ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി ആദ്യ മാനേജ്മെൻറ്റിൻ്റെ ശിങ്കിടിയായ ഹിന്ദി അധ്യാപിക നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. കുൽസിത പ്രവർത്തനത്തിന് ബലിയാടായി പോയതാരാ? ആ ഒരു പാവം ദളിത് പെൺകുട്ടി. ആ പെൺകുട്ടി അവസാനം എന്ത് ചെയ്തു? പെൺകുട്ടി ആകെ പറയുന്നത് ആ അഡ്മിഷൻ സമയത്തെങ്ങാണ്ട് അധ്യാപകനെ കണ്ടിട്ടുണ്ട്, അതിനുശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. ഈ അധ്യാപകൻ പറയുന്ന ആ പെൺകുട്ടിക്ക് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള പെൺകുട്ടിയാണെന്ന് കേൾക്കുന്നു. അന്ന് പെൺകുട്ടി തലകറങ്ങി വീണപ്പോൾ പെട്ടെന്ന് നമ്മളെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. പെൺകുട്ടി അങ്ങനെ റെഗുലർ അല്ല, ക്ലാസ്സിൽ വയ്യാത്തതുകൊണ്ട് റെഗുലറായ ക്ലാസ്സിൽ വരുന്ന കുട്ടിയുമല്ലാതെ. പക്ഷെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ മോശം ചിത്രീകരണം കൊടുക്കുക, ഇങ്ങനെ മോശപ്പെട്ട പരാതി കൊടുക്കുക. അപ്പോൾ ആ പെൺകുട്ടി ആകെ തകർന്നു പോകില്ലേ? കൊച്ചുകുട്ടിയല്ലേ ഇത്? ഒരു ഹിന്ദി അധ്യാപിക, അവരും ഒരു അമ്മയായിരിക്കണമല്ലോ, അവർക്ക് ഒരു പക്ഷേ എങ്കിൽ പെൺകുട്ടികൾ ഉണ്ടായിരിക്കണമല്ലോ. ഒരല്പമെങ്കിലും ഉളുപ്പ്, മാന്യത ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. ഒരാളെ തകർക്കാൻ ഇങ്ങനെയൊക്കെ പരാതി കൊടുക്കുമോ? സമയക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണ കഥ കൂടി പറയാമായിരുന്നു, ഉമാദത്തൻ സാറിൻ്റെ ഒരു ഉദാഹരണ കഥ കൂടി പറയാമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ കാണിച്ചത് എന്തൊരു ഉളുപ്പില്ലായ്മയും ജാള്യത കുറവുമാണ് കാണിച്ചത്. ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കരുവാക്കുക, ക്രൂശിക്കുക, അതിന് ഒരു അധ്യാപകൻ്റെ ജീവിതം താറടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുക. ഇത് അവരെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരെ അധ്യാപന ജീവിതത്തിനെ അവർ യോഗ്യയല്ല, അവരെ എടുത്ത് പുറത്തടിക്കണം. അതായത് അധ്യാപനത്തിനെ അർഹയല്ല എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യണം. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറോട്, DDEയോട് റിപ്പോർട്ട് അടിയന്തരമായി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ കിളിമാനൂർ എന്താണ് സംഭവിച്ചതെന്ന്. അതായത് രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റിന്റെ അവകാശ തർക്കം, സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ ഇരയാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ അധ്യാപകൻ. അതിന് ഒരു പാവം പെൺകുട്ടിയെ ഇരയാക്കി കൊടുത്തത് ഒരു ഹിന്ദി വിഭാഗത്തിലെ അധ്യാപികയാണ്. ആ പെൺകുട്ടിയുടെ പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള അവകാശത്തെയാണ് അധ്യാപിക തല്ലിക്കെടുത്തി കളഞ്ഞത്. അവരെ അധ്യാപിക എന്ന് വിളിക്കുക അർഹയാണോ എന്നുകൂടി ഇനി പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു.
അതൊക്കെ ഇതാണ് ഇനി പോലീസ് അന്വേഷിക്കണം. ഇതിപ്പോൾ പോലീസിൽ പരാതി കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്കും SC/ST കമ്മീഷണർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുമൊക്കെയാണ് പരാതി പോയിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായി സ്കൂൾ മാനേജ്മെന്റ് ഈ ഹിന്ദി വിഭാഗത്തിൽ നിന്ന് ഈ പരാതി ഉന്നയിച്ച അധ്യാപിക കള്ളപ്പരാതിയും ഓൺലൈൻ അഭിമുഖമൊക്കെ കൊടുത്ത അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഈ നിരപരാധിയായ അധ്യാപകനും ആ പെൺകുട്ടിക്കും നന്മ വരട്ടെ. ആ പെൺകുട്ടി ഇങ്ങനെ മനസ്സ് പതറിപ്പോകരുത്. ആ കൊച്ചുമോളോട് പറയാനുള്ളതാണ്, ഇങ്ങനെ മനസ്സ് പതറിപ്പോവുകയല്ല വേണ്ടത്. അവിടെ ധീരമായി നിൽക്കണം. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. ഇങ്ങനെ പലരും പലതും പറയും. ആ വേടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ ചേട്ടനും അവൻ എൻ്റെ അനുജനാണ്. ആ മോൾക്ക് അത് ചേട്ടനാകാം. അങ്ങനെ എരുതിയാണ്. ഇതൊക്കെ കാലഘട്ടം നമുക്ക് തരുന്ന പ്രതിസന്ധികളാണ്. ഇതിനൊക്കെ തച്ചുടച്ച് മുന്നോട്ട് വരണം. മോൾ ചെയ്യേണ്ട അതാണ്. ഇതൊന്നുമല്ല. ഇങ്ങനെ പലരും പലതും പറയും. അതിനൊക്കെ തച്ചുടച്ച് മുന്നോട്ട് വന്ന് IAS IPS ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണം. IPS എടുത്തിട്ട് ഇമാതിരി നിരപരാധികളെ ക്രൂശിക്കുന്ന ആളുകളൊക്കെ ഇനി മോളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരൊക്കെ തക്കതായ ശിക്ഷ വാങ്ങി അഴിക്കുള്ളിൽ അടയ്ക്കുന്ന തരത്തിൽ മോൾ വളർന്ന് കാണിക്കണം. അല്ലാതെ പഠിക്കുന്നില്ല, നാണക്കേടാണ് എന്ന് പറഞ്ഞ് മോളിങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. മോള് വേടൻ്റെ പാട്ടിലെ വരികളൊക്കെ ഇങ്ങനെ തീക്ഷ്ണമായി മനസ്സിനകത്ത് കൊണ്ടുവന്ന് അങ്ങനെ ആ വീര്യത്തോടു കൂടി തിരിച്ച് പഠിക്കാൻ ചേരണം. കഴിയുമെങ്കിൽ നല്ല ആ സ്കൂളിൽ തന്നെ പോയി പഠിച്ച് കാണിക്കണം. ആ സ്കൂളിൽ തന്നെ പോയി പഠിച്ച് മികച്ച വിജയം നേടി ഞാനുണ്ട് ഇവിടെ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിനയപുരസരം.